പെട്ടെന്ന് മനസ്സിലാവാതെ ഇരിക്കുന്നുണ്ട്. അതായത് ഡോക്ടർ സൈക്കോ എന്ന് പറയുമ്പോൾ ഇല്ലില്ല, നമ്മുടെ പാഷൻ ഇതാണല്ലോ. നമ്മള് എന്താ പറയുക, തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും തിരിഞ്ഞു നോക്കും. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ സൈക്കോ എന്ന് വിളിക്കുമ്പോൾ ആ സമയത്ത് തിരിഞ്ഞു നോക്കും. നമുക്കറിയാം നമ്മളെ തന്നെയാണെന്ന്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് ഔട്ട് ഓഫ് ദി ബൗണ്ടറി പോകുന്നില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറും ഈ സാധനങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ. അപ്പം ചില ഒരു സിറ്റുവേഷൻ എനിക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവാതെ വരുന്നിട്ടുണ്ട്. ആ സീരിയലിൽ തന്നെ ഞാനും വൈഫും കൂടെ ഒരു ദിവസം 2 വീലറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആൻറ്റിയുടെ അടുത്ത് കട ചോദിച്ചു. ആൻറ്റി അടുത്ത ഒരു പച്ചക്കറി കട ഇവിടെ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചേ. ആ സമയത്ത് ആൻറ്റി പറഞ്ഞു പോലെ നിൽക്കുന്നു പറഞ്ഞു. അപ്പോൾ വന്നിട്ട് ആൻറ്റി ചാടി കടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവളോട് നീ ഇങ്ങനെ ഞങ്ങളോ ചെയ്യുന്നേ എന്നൊരു ചോദ്യം. അപ്പൊ ഞാൻ പുറത്ത് ഞാൻ പറഞ്ഞു. അന്നാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന്. നീ ഇവളോട് ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? ഞാൻ ഇവിടെ റിലേറ്റീവ് അല്ലോ, എന്തോ സംഭവം ഉണ്ടല്ലോ, കത്തത്തില്ലല്ലോ. അതാ പെട്ടെന്ന് എനിക്ക് അവർക്ക് കത്തിയില്ല, അവർക്കും കത്തിയില്ല. പിന്നെ ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് കത്തി. ഇത് സീരിയലിലെ കാര്യം ചോദിക്കാനാണ്. അങ്ങനെ എന്നാൽ അല്ലെങ്കിലും പുറത്ത് വെച്ച് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളെ ആരെങ്കിലും തിരിച്ചറിയണേ എന്ന് വിചാരിച്ചിട്ടല്ലേ ഈ പുറത്ത്. അനൂപ് ഇപ്പം പണ്ട് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്റെ കൂടെ ആരെങ്കിലും സെൽഫി എടുത്താലോ. തീർച്ചയായും നമ്മുടെ കുടുംബക്കാരെടുക്കുന്നതല്ല, പുറത്ത് അറിയാത്ത ഒരാളൊന്നും എടുക്കും. നമ്മുടെ മെയിൻ തിരിച്ചറിയാൻ ആഗ്രഹം കൊണ്ട് തന്നെ ആണല്ലോ ആക്ടിംഗ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ. സൗദിയിലൊക്കെ നിന്ന സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായും. പക്ഷെ അത് ജീവിതത്തിലേക്ക് വന്നപ്പം അത് ഏത് രീതിയിലാണ് കൊണ്ടുവന്നത്? കാര്യം അധികം അതായത് സെൽഫി എടുക്കുന്ന ചിലർക്ക് ഇറിറ്റേഷൻ ആണ് കൂടുതലായിട്ട് വരുമ്പോൾ. ഒരു 10-ൽ കൂടുതൽ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടായിട്ടുള്ള സംവിധാനം എനിക്ക് എന്റെ അത് സംഭവങ്ങൾ പറയാം. ഞാൻ ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ കൂടെ ഒക്കെ ഇരിക്കുന്ന കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ നമ്മളൊക്കെ എന്താ പറയുന്നത്, ലുലുവില് പോവും, പുറത്തൊക്കെ ഇറങ്ങും. ഞാൻ ഉത്സവങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് പോകും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടിട്ട് തന്നെയാണ്. ആർട്ടിസ്റ്റ് ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിനൊരു പോവും. ഞാൻ ആൾക്കാർക്ക് അടുത്ത മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ എന്റെ കൂടെ ഉള്ള ചില ഫ്രണ്ട്സ് ഉണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ അവര് നീ എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ട് പോയി മിണ്ടുന്നത്? ഞാൻ ആരങ്ങോട്ട് പോയി മിണ്ടി? ഇപ്പൊ എന്നെ നോക്കി ഒരാൾ ചിരിക്കുകയാണ്, ഒരാൾ ചിരിച്ച് കാണിച്ചിട്ട്. അപ്പൊ അവർ ചിരിക്കുമ്പോൾ അവരുടെ സ്മൈൽ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അവര് നമ്മളെ മനസ്സിലായി അല്ലേ. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്ന് സംസാരിക്കാം. കാണാറുണ്ടല്ലേ, ഏത് സീനിലാണ് കാണാറ്? നമ്മളെ നോക്കി ചിരിക്കുമ്പോ നമ്മൾ സംസാരിക്കും. ഞാനപ്പോ തന്നെ പോയി സംസാരിക്കും. പെൺകുട്ടികളോടാണോ? നമ്മുടെ സീരിയൽ കാണുന്ന പൂർവ്വം പ്രായമുള്ളവരാണ്. ഞാൻ ചോദിച്ചത് സ്ത്രീ കഥാപാത്രങ്ങളാണ്. സ്ത്രീകളാണ് കൂടുതൽ. എന്താണ് ചോദിക്കുന്നത് കാണുമ്പോഴൊക്കെ? ചിലപ്പോൾ ലുലുമാളിലൊക്കെ വെച്ച് കാണുമ്പോൾ ആദ്യമൊക്കെ കാണുമ്പോ സീരിയലുണ്ടോ, എവിടെയോ നല്ല പരിചയം ഉണ്ടല്ലോ, ഇങ്ങനെ പരിചയം ഉണ്ടെന്ന് കാണുമ്പോ എവിടാന്ന് ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അത് ഇപ്പൊ ക്യാരക്ടർ വൈസ് മനസ്സിലാക്കി വരുന്നുണ്ട്. ഈ പറഞ്ഞ ആളെ തിരിച്ചറിയാറുണ്ടോ? അങ്ങോട്ട് പോയി സംസാരിക്കാറുണ്ടോ? എങ്ങനെ? നമ്മുടെ അടുത്തിരുന്ന് ചിരിക്കുന്ന ഒരാളുണ്ടല്ലോ, ആ പുള്ളിയെ അങ്ങനെ പോയി അങ്ങനെ പുള്ളിക്കാരനെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരൊക്കെ ഇങ്ങനെ ജാടയിട്ട് ഇങ്ങോട്ട് വരുന്നെങ്കിൽ വരട്ടെ, തിരിഞ്ഞു വന്ന് നോക്കുന്നെങ്കിൽ നോക്കട്ടെ, അങ്ങനെ വയ്ക്കും. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് അറിയോ? അവര് വിചാരിക്കും ജാടയായിരിക്കും. പുള്ളി വിചാരിക്കുന്നത് ഇങ്ങോട്ട് സംസാരിച്ചാൽ ജാട പോകുന്നാണ് വിചാരിക്കുന്നത്. ഞാൻ അങ്ങനല്ല വിചാരിക്കുന്നത്. ഞാൻ നേരെ തിരിച്ചാണ്. അടുത്ത ഇന്റർവ്യൂവിൽ കാണിക്കുന്നതായിരിക്കും. അനൂപിന് ഞാനൊരു ടാസ്ക് തരാൻ പോവാണ്. ഒരു ഗേൾ ഫ്രണ്ടിനെ വിളിക്കണം. ഓക്കെ. വിളിച്ചിട്ട് വണ്ടി തട്ടി അവരെന്റെ 1 ലക്ഷം രൂപ ചോദിക്കുകയാണ്. എന്റെ പൈസ കൊടുക്കാനില്ല. ട്രിവാൻഡ്രത്തുള്ള ആരെങ്കിലും വിളിക്കണം. പെട്ടെന്ന് വരാൻ പറ്റുന്ന ആരെങ്കിലും വിളിക്കണം. ഗേൾ ഫ്രണ്ട്സ് എവിടെയെങ്കിലും, അതായത് നമ്മുടെ സുഹൃത്തുക്കൾ കാണുമല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് ലവറെ അല്ല. ഇത് ചോദിച്ചപ്പോ ഞാൻ പെട്ടെന്ന് ആലോചിച്ചെന്നറിയാം. എന്റെ ഒരു ക്യാരക്ടർ ഞാൻ പറയാം. ഞാന് എന്റെ കയ്യിൽ 1 രൂപ ഇല്ലെങ്കിൽ പോലും ഞാൻ ആരെയും വിളിച്ച് കടം ചോദിക്കാറില്ല. വണ്ടിയിട്ട് പോയി ഞാൻ പോയി ജയിലിൽ കിടക്കും. ഞാൻ വിളിച്ച ആരുടെയും കാശ് ചോദിക്കുന്നത്, എന്റെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്റെ ബ്രദറുണ്ട്, പുള്ളിക്കാരനോട് ചോദിക്കും. എന്റെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ശരത്. ഞങ്ങൾ ഈ 3 പേരല്ലാതെ ഈ കാശ് അല്ലെങ്കിൽ എന്ത് കേസ് ഉണ്ടെങ്കിലും വിളിക്കാൻ വിളിച്ചിട്ട് ടാസ്ക് അല്ലേ, പ്രാങ്ക് ടാസ്ക് അല്ലേ. ഓക്കെ, അപ്പൊ ഒന്ന് വിളിച്ചിട്ട് ഞാൻ സംസാരിക്കാം. പക്ഷെ അങ്ങനെ വിളിക്കത്തക്ക രീതിയിലുള്ള ഫ്രണ്ട്സ് എനിക്ക് ഇല്ല. ആരെങ്കിലും വിളിച്ചോ? സീരിയലുള്ള ആരെങ്കിലും? ഞാൻ എന്റെ വൈഫിനെ അല്ല വേറെ ആരും. ഞാൻ വൈഫിനെ വിളിക്കണ്ട. പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വിളിക്കാൻ ഞാൻ വേറെ ആരും വിളിക്കാൻ അങ്ങനെ പറയാം. ഞാൻ ചുമ്മാ പറഞ്ഞല്ല. ആരെങ്കിലും ഡയൽ ചെയ്ത് വിളിച്ചോ? ഫ്രണ്ട് ആരെങ്കിലും ഇവരുള്ള ഫ്രണ്ട് ഇപ്പം അങ്ങനെ ഗേൾസിനോട് ഞാൻ അങ്ങനെ വലിയൊരു കണക്ഷൻ വെക്കാറില്ല. സീരിയസ്ലി നമുക്ക് ഇന്റർവ്യൂ കട്ട് ചെയ്തോ ഞാൻ പറയാം. ഞാൻ അങ്ങനെ വെക്കാറില്ല. നമ്മളിപ്പം വിളിച്ചിട്ട് നമ്മൾ അർജന്റായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പം ഇപ്പൊ തന്നെ കുറച്ച് മുമ്പേ പിന്നെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു,
അത് നിങ്ങളോട്ട് സംസാരിച്ചുകൊണ്ട് ഞാനൊരു നിങ്ങളുടെ ഡെപ്ത് ഞാൻ മനസ്സിലാക്കി. ഫ്രണ്ട്സാണ്. അപ്പം അന്ന് അവർക്ക് നല്ല അഡ്വൈസും കൊടുക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ വിളിക്കുമ്പം എന്തെങ്കിലും പറയണം. വണ്ടി തട്ടി ഇത്രയും രൂപ ചോദിക്കുന്നത് എൻ്റെ ഇല്ല കൊടുക്കാൻ, ഒന്ന് ഇവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, ആരെങ്കിലും വിടാൻ പറ്റുമോ ചോദിച്ചാൽ അവരുടെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി മാത്രം നോക്കാനാണ്. ഈശ്വര, ഞാനിപ്പോൾ ഞാൻ അപ്പോൾ നമ്മൾ പ്രാങ്ക് കോൾ ചെയ്യാൻ പോകുന്നത് ലക്ഷ്മിയാണ്, അതായത് പാർവതിയിലെ നായിക ലക്ഷ്മി. നമ്മൾ ഇൻ്റർവ്യൂ എടുത്തയാ, അവളെ വിളിച്ചു നോക്കാം. അനുവിൻ്റെ സുഹൃത്താണ്. അപ്പോൾ കൊടുക്കാൻ പോകുന്ന കോളെന്ന് പറയുന്നത് വണ്ടി തട്ടി, ഇൻഷുറൻസ് ഇല്ല, എക്സ്പയർ ആയിട്ട് ലൈസൻസ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ പൈസ കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ കേസായി കഴിഞ്ഞാൽ ഞാൻ അകത്താവും, എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. പൈസ ആയിട്ടാണോ ആളായിട്ടോ അത് എങ്ങനെ വേണം സംസാരിക്കാം. ഓക്കെ, വിളിച്ചു. മറ്റൊരു കോളിലാണ്. നല്ല നല്ല സുഹൃത്തുക്കളാണോ? സൗണ്ട് വയ്ക്കുമോ? കോൾ വെയിറ്റിംഗ് അവള് അല്ല, ഒന്നുകൂടെ വിളിച്ചോ. കോൾ വെയിറ്റിംഗ് ആണ് ആള്. ആദ്യം ചോദിക്കുന്നത് ഇന്റർവ്യൂ കഴിഞ്ഞായിരിക്കും. അല്ല, കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്കാന്ന് പറഞ്ഞാൽ മതി. ഞാനാണെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞു, അനീഷാണെന്ന് പറഞ്ഞോ. അപ്പോൾ കുഴപ്പമില്ല, വിളിച്ചോ. പൊളിയോന്ന് ഞാൻ പറയാം, വട്ടം പൊളിഞ്ഞെന്ന് പറയാം. രക്ഷയില്ല, കട്ട വെയിറ്റിംഗ് ആണ്. തിരിച്ചു വിളിക്കുന്നുണ്ടേ. ഹലോ എടി, ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇന്റർവ്യൂവിന് പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു. അത് ഇത് അർജൻറ്റാ, അതുകൊണ്ടാണ് വിളിച്ചത്. എന്താ അറിയോ, തിരിച്ചു പോകുന്ന വഴിക്ക് വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയേ. വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് തീർന്ന് നടക്കുമായിരുന്നു. വണ്ടിയുടെ ഇൻഷുറൻസും ഇല്ല, ലൈസൻസും എക്സ്പയർ ആയിപ്പോയി. ചെക്ക് ചെയ്യാൻ പറ്റിയില്ലെന്ന്. കഴിഞ്ഞ ആഴ്ചകൾ ഞാൻ നോക്കി ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, ചെയ്യാൻ പറ്റിയില്ല. ഞാനിപ്പോൾ ഒരു സ്റ്റേഷനിൽ അവരെല്ലാം കൂടെ വണ്ടി വിളിച്ചിട്ട് എന്നിട്ട് സ്റ്റേഷനിലാക്കി. ഹലോ, എന്നിട്ട് സ്റ്റേഷനിൽ നിൽക്കുമോ, ഇവിടുന്ന് ഇറങ്ങാൻ ഒരു വഴി അടുത്താരും വിളിക്കാനും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു മൂവി വേൾഡ് എന്ന് പറഞ്ഞതിൻ്റെ, അതൊരു ഫീമെയിൽ ആങ്കറാ, ബീന എന്ന് പറഞ്ഞിട്ട്. ആരെ? അത് വിട്, അതല്ലെന്നേ ഞാനിപ്പോ സ്റ്റേഷനിൽ നിൽക്കുക. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്താ ഒരു സൊല്യൂഷൻ? ഇവിടെ നിൽക്കുകയാണ്, ആരെയും വിളിക്കാനും പറ്റുന്നില്ല. നിങ്ങൾ സംസാരിച്ചോളൂ, എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അല്ല, നിങ്ങൾ കറക്റ്റ് ആളിനെ വിളിക്കൂ കേട്ടോ, കറക്റ്റ് ആളിനെ വിളിക്കൂ പ്ലീസ്. ഞാൻ വിളിക്കാം സാർ, വിളിച്ചോണ്ടിരിക്കുക സാർ. അല്ലല്ല, എൻ്റെ വണ്ടി കൊണ്ട് തട്ടിയിട്ട് ഇവർ ആവശ്യം കേൾക്കേണ്ട കാര്യമില്ല. ഇല്ല സാർ, ഞാൻ വിളിച്ചോണ്ടിരിക്കുക. സംസാരിച്ചോളൂ. കരക്കൂട്ടം